കാന്തപുരം പറഞ്ഞത് ഈ പൊതുവിടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരെ ഒരുമിച്ചുള്ള വേഗം ഒഴിവാക്കണം എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിന് CPM വിമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ എങ്ങനെയാണ് ലീഗ് നോക്കിക്കാണുന്നത്? അല്ല, ഈ CPM മതപണ്ഡിതന്മാർ മതകാര്യങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളോട് എന്തിനാ CPM ഇടപെടുന്നത്? ഏത് മതവിഭാഗങ്ങളായിരുന്നാലും അവരുടെ അഭിപ്രായം അവരുടെ മതവിഭാഗങ്ങളോട് പറയുമ്പോൾ അതിലെന്തിനാ കയറി ഇടപെടുന്നത്? ഇസ്ലാമിനെ തന്നെ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത സംസ്കാരം എന്ന് വിശേഷിപ്പിച്ചവരാണ് അവർ. അതുകൊണ്ട് അവരിത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ പൊതുജനം പ്രതികരിക്കുമെന്ന് ഉറപ്പാണ്. അല്ല, അതല്ലല്ലോ നമ്മുടെ സബ്ജക്റ്റ്, അതല്ലല്ലോ. നമ്മൾ രാഷ്ട്രീയക്കാര്, രാഷ്ട്രീയ പാർട്ടി ഇതിലെങ്ങനെ നേരിടുന്നു എന്നാണല്ലോ സംസാരിക്കുന്നത്. മതപരമായി എല്ലാവർക്കും എല്ലാവരുടെയും അഭിപ്രായങ്ങളുണ്ടാവും. അതനുസരിച്ച് ജീവിക്കാനും അത് അനുഷ്ഠിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അവര് പ്രചരിപ്പിച്ചോട്ടെ. ഏത് കാലത്തും LDF-ഉമായി CPM-ഉമായി സഹകരിച്ച് നിൽക്കുന്ന ഒരു മതപണ്ഡിതനാണ്. കാന്തപുരത്തെ കൂടെ കൂട്ടുകയാണോ? അല്ല, കാന്തപുരം തെറ്റുകൾക്കെതിരെ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല പ്രതികരണമായിരുന്നല്ലോ. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ എപ്പോഴും ആർജവം കാണിച്ചിട്ടുള്ള നേതാവാണ് ആദരണീയനായ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്. ഈ കാന്തപുരത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞത് CPM-ന്റെ ഏരിയ സെക്രട്ടറിമാർ കണ്ണൂർ ഒരാൾ പോലും സ്ത്രീകളില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് MP ഗോവിന്ദനെ കാന്തപുരം പരിഹസിച്ചത്. 100% ശരിയല്ലേ? അത് പോട്ടെ, പോളിറ്റ് ബ്യൂറോയിൽ ആകെ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയല്ലാതെ മറ്റൊരു മെമ്പർ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഒരു വനിത മുഖ്യമന്ത്രിയായി വന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഗൗരിയമ്മ തഴഞ്ഞവരല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ശൈലജ ടീച്ചർ വളരെ വലിയ ആരോഗ്യമന്ത്രി, ഇപ്പോ CAG റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല, എന്നിരുന്നാലും അവർ മുഖ്യമന്ത്രിയാവുമെന്ന് പ്രചരിപ്പിച്ചിരുന്നല്ലോ. എന്തേ അവരെ തഴഞ്ഞ്? സ്ത്രീകളെ മുന്നോട്ട് വരുന്നതിൽ ഏറ്റവും വലിയ തടസ്സം മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്, ഒരു സംശയമില്ല. ഈ കാന്തപുരത്ത് അദ്ദേഹത്തിന്റെ നിലപാട് പറയാൻ വിടട്ടെ എന്നതാണ് ലീഗിന്റെ നിലപാടല്ലേ? എല്ലാ മതവിഭാഗങ്ങൾക്കും, ഇസ്ലാമിന് മാത്രമല്ല ഹൈന്ദവത്തിലും ക്രിസ്തീയ മതത്തിലും ഒക്കെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ, പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. അതിനെ തടുക്കാൻ ഞാൻ ആളല്ല. ഈ സമസ്തയിലെ തർക്കങ്ങളൊക്കെ പരസ്പരം ക്ഷമ പറഞ്ഞു മാപ്പ് പറഞ്ഞു നമുക്ക് തീരെയാണ്. പക്ഷെ അപ്പോഴൊക്കെ എവിടെയൊക്കെയോ താങ്കളെ കുറിച്ച് പല സമയങ്ങളിലായി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആരും മാപ്പും പറഞ്ഞിട്ടില്ല, ആരും ഖേദവും പ്രകടിപ്പിച്ചിട്ടില്ല. അതിൽ പ്രയാസമുണ്ടോ? അതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ തീരാൻ പോവാണ്. പിന്നെ ഞാൻ രണ്ടാമത് തുടങ്ങണ്ടല്ലോ.